മണ്ണറിഞ്ഞ് കൃഷിയൊരുക്കി വെറ്റില കൃഷിയിൽ 100 മേനി വിളവെടുത്ത പനവയ്ക്കൽ ശശിധരൻ. തടിപ്പണിക്കാരനായിരുന്നു ശശിധരൻ. ചെറുപ്രായം മുതലേ കൃഷി ചെയ്തിരുന്നു. വാഴ, കപ്പ, പച്ചക്കറികൾ എന്നിവയായിരുന്നു ആദ്യകാലങ്ങളിൽ കൃഷി ചെയ്തിരുന്നത്. പിന്നീട് വരുമാന മാർഗമെന്ന നിലയിൽ വെറ്റില കൃഷിയിലേക്ക് തിരിഞ്ഞു. വെറ്റില നാമ്പുകളാണ് വീട്ടുവളപ്പിലെ നിലത്തിലൊരുക്കിയിരിക്കുന്നത്. എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവയാണ് പ്രധാന വളങ്ങൾ. 8 ദിവസം കൂടുമ്പോഴാണ് വെറ്റില വിളവെടുപ്പ്. ഒരു വെറ്റിലയ്ക്ക് 1.5 രൂപ എന്ന നിലക്കിലാണ് വിൽപ്പന. കറുകച്ചാലിലെ കടയിലേക്ക് മൊത്ത വിൽപ്പനയാണ്. വെറ്റില കൃഷിയിൽ നിന്നും മാത്രം ആഴ്ചയിൽ 5000 രൂപയുടെ വരുമാനമുണ്ടാകും. പതിറ്റാണ്ട് മുൻപാണ് നെടുങ്കുന്നം പഞ്ചായത്തിലെ 15-ാം വാർഡ് അണിയറപ്പടി ഭാഗത്ത് 50 സെന്റ് സ്ഥലം വാങ്ങിയത്. നിലം ഉൾപ്പെടെയുള്ള സ്ഥലമായിരുന്നതിനാൽ വീട് വെച്ച ശേഷം ബാക്കി ഭാഗത്ത് കൃഷിയിറക്കി. ചതുപ്പ് നിലത്തിലെ കൃഷിയും ചതുപ്പ് നിലം വാങ്ങിയതിനും നിരവധി പേർ ആശങ്കകളും പരിഭവങ്ങളും പറഞ്ഞുവെങ്കിലും ശശിധരൻ വെറ്റില കൃഷിയൊരുക്കി മണ്ണിൽ പൊന്നു വിളയിച്ചു. 1/2 ഏക്കറിൽ നിന്നും 1.5 ഏക്കറിലേക്ക് കൃഷി വ്യാപിപ്പിച്ചു. തരിശു നിലം ഇന്ന് കാർഷിക വിളകളാൽ സമൃദ്ധമാണ്. കഴിഞ്ഞ വർഷം പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡും കരസ്ഥമാക്കി. കൂടാതെ പ്രദേശത്തെ ഏക വെറ്റില കൃഷിക്കാരനുമാണ്. പ്രതികൂല കാലാവസ്ഥയിൽ ഇല പഴുത്തു പോകുന്നതും പുഴുവും മറ്റുമാണ് പ്രതിസന്ധി. പങ്കാളിയും ഒപ്പമുണ്ട്. ശശിധരന് എല്ലാത്തിനും കൈ സഹായിയായി ഒപ്പമുള്ളത് ഭാര്യ സുകുമാരിയാണ്. തരിശു നിലം കൃഷിഭൂമിയാക്കി മാറ്റുന്നതിനായി ചാലുകേറി സമീപത്തെ തോട്ടിൽ നിന്നും വെള്ളം ഒഴുകാൻ സൗകര്യമൊരുക്കി. ചിലയിടങ്ങൾ മണ്ണിട്ടുയർത്തി. ഓരോ ഭാഗത്തും ഓരോ കാർഷിക ഇനങ്ങളാണ് കൃഷി ചെയ്തിരിക്കുന്നത്. വാഴ, കപ്പ, ഫലഭൂയിഷ്ടമായ പഴവർഗ്ഗങ്ങൾ, തെങ്ങ്, മാവ്, ജാതി എന്നിങ്ങനെ നീളുന്നു ശശിധരന്റെ ഏതും തോട്ടത്തിലെ ഇനങ്ങൾ. 2 പെൺമക്കളുടെ പഠനം, വിവാഹം, വീട് നിർമ്മാണം എന്നിവയെല്ലാം ഇതിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നാണ് ശശിധരൻ കണ്ടെത്തിയത്.